ഹായ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോം ക്രിയേഷൻസ്. ഇന്നത്തെ വീഡിയോ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോ ആണ്. അപ്പം ഒരു വൺ സൈഡ് എംബ്രോയ്ഡറി നെക്ക്ലൈൻ, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് താഴത്തേക്ക് വരുന്ന രീതിയിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നതാണ്, അതിലെങ്ങനെയാണ് സ്റ്റിച്ചസൊക്കെ അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസിൽ വരുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ ആക്കണം. ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസൈൻ ഒരു കാർട്ടൂൺ പേപ്പർ വെച്ചിട്ട് നമ്മൾ മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യാത്ത മെറ്റീരിയലിലാണെങ്കിൽ അത് നെക്ക് ലൈൻ മാർക്ക് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാം. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ ഏരിയയിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങനെ വലിയ ഏരിയയിലേക്ക് സ്പ്രെഡ് ആവുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്യാപ്പ് വരുന്നത് കുഴപ്പമില്ല, അത് രണ്ടാമത് നമുക്ക് ഫില്ല് ചെയ്തെടുത്താൽ മതി. എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള മെത്തേഡാണിത്. ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന രീതി ചെയ്തിട്ട് പിന്നെ ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ 6 strands ത്രെഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇനി ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റിച്ച് ലൂപ്പ് സ്റ്റിച്ച്. അത് നമ്മൾ ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ ഏരിയ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. ഒരു ലൂപ്പ് പോലെ ഫോം ചെയ്യുക ഫസ്റ്റ്. അതായത് നമ്മൾ ഇങ്ങനെ നീഡിൽ താഴത്തേക്ക് ഇങ്ങനെ ഇറക്കുമ്പോൾ അത് ഒത്തിരി ടൈറ്റ് ആവാതെ, അതുകൊണ്ട് ഒരു ലൂപ്പ് പോലെ ആക്കിയെടുത്തിട്ട് അതിൻ്റെ എൻഡ് അങ്ങ് ഒന്നും കൂടെ നീഡിൽ മുകളിലേക്ക് എടുത്ത് ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ ചെയ്യുന്നത് പോലെ ആ എൻഡ് അങ്ങ് ലോക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അവിടെ അത് ലോക്കായി. ഇനി നമുക്ക് അടുത്തത് അതുപോലെ തന്നെ അങ്ങനെ ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്ലവറിന് കുറച്ചുകൂടി ഭംഗി വരാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് കളർ ത്രെഡ് എടുത്തിട്ട് സെയിം തന്നെ ലൂപ്പ് സ്റ്റിച്ച് ഒരു 2-3 അവിടെ ഇവിടെയൊക്കെ ഈ നമ്മുടെ ഈ സെൻറ്റർ ഏരിയയിൽ തന്നെ 2-3 അവിടെ ഇവിടെയൊക്കെ കൊടുക്കുകയാണ്. ഇനി പെറ്റൽസിനും അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ഷെയ്ഡ് നമ്മൾ ഈ സെയിം തന്നെ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ച്. ഇത് ലൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. നമുക്കിതിൽ ബാക്ക് സ്റ്റിച്ചും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത്രയും തിക്നെസ്സുള്ള ഒരു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലെല്ലാം ഇതിൽ സ്റ്റെമ്മിൻ്റെ ആ ഒരു ഷേപ്പിൽ വരുന്ന എല്ലാത്തിലും ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നവർക്ക് ബാക്ക് സ്റ്റിച്ചും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, ഏത് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഈ ലീഫ് വന്നു. ഈ ലീഫിൽ ഞാൻ സാറ്റിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഇനി ഫിഷ് ബോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും സെയിം തന്നെ സാറ്റിൻ സ്റ്റിച്ച് നമ്മൾ പെറ്റലി ചെയ്ത പോലെ തന്നെ ഈ ഫ്ലവറിൻ്റെ ഒരു ബഡിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു ഇതാണ് അത് ചെയ്തേക്കുന്നത്. സെയിം തന്നെ സാറ്റിൻ സ്റ്റിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഏരിയയിൽ നിന്ന് വലിയ ഏരിയയിലേക്ക് സ്പ്രെഡ് ആക്കിയിട്ട് പിന്നെ അത് ഫില്ല് ചെയ്തെടുത്തേക്കുന്നതാണ്. നമ്മളിപ്പോൾ പെറ്റലിന് എക്സ്ട്രാ ഷെയ്ഡ് കൊടുത്തതുപോലെ തന്നെ ആണ് ഇവിടെയും എക്സ്ട്രാ ഷെയ്ഡ് കൊടുക്കുന്നത്.
നമ്മൾ ആദ്യത്തെ ലീഫിനെ കൊടുത്തത് സാറ്റിൻ സ്റ്റിച്ചായിരുന്നു. ഇപ്പോൾ ഈ ലീഫിന് നമ്മൾ ചെയ്യുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. നമ്മൾ ലീഫ് വരച്ചിട്ട് ലീഫിൻ്റെ സെൻറ്ററിലെ ലൈൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ സെൻറ്ററിലെ ലൈനിലേക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ സൂചി എടുത്ത് കണ്ടോ, സൂചി ഇറക്കണം. സൂചി ഇങ്ങനെ ആ സെൻറ്ററിലേക്കാണ് സൂചി ഇറക്കുന്നത്. പിന്നെ സെൻറ്ററിൽ നിന്ന് വീണ്ടും നമ്മൾ സൈഡിലേക്ക് സൂചി എടുക്കുന്നു. വീണ്ടും സെൻറ്ററിലേക്ക് നമ്മൾ സൂചി ഇറക്കുന്നു. വീണ്ടും സൈഡിൽ നിന്ന് എടുക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നു കഴിയുമ്പോൾ ആ ഒരു ലീഫിൻ്റെ സെൻറ്ററിലുള്ള ലൈൻ ഓട്ടോമാറ്റിക്കലി അത് ഫോം ചെയ്തെടുക്കും. അപ്പോൾ ലീഫിൻ്റെ ഷേപ്പ് വരുന്നത്. വീണ്ടും നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തന്നെ വെച്ചിട്ട് അതിൻ്റെ സ്റ്റെംസ് ഫില്ല് ചെയ്യുന്നു. ഇനി ഈ ലീഫ് ചെയ്യാനും നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ ലൈനൊക്കെ വരച്ചിട്ട് ആ ലൈനിലേക്ക് എടുത്ത് പിന്നെ രണ്ട് സൈഡിലേക്കും ഒരു സൈഡിലെടുത്ത് പിന്നെ സെൻറ്ററിൽ പിന്നെ സൈഡിൽ അങ്ങനെ നമുക്കിതും അങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാം. അടുത്തത് നോട്ട് സ്റ്റിച്ചാണ്. സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് എല്ലാം ഫില്ല് ചെയ്തേക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഏരിയയിലാണ് നോട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ നോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഇത് മനസ്സിലാകുന്നില്ലാത്തവർക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നോട്ട് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഞാൻ എക്സ്ട്രാ നമ്മൾ ആദ്യമേ പെറ്റലിന് ഷെയ്ഡ് കൊടുത്തതുപോലെ എക്സ്ട്രാ ഒരു വേറെ കളർ എടുത്തിട്ട് ഷെയ്ഡ് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ നോട്ട് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ. ഇത് നമുക്ക് നോട്ട് സ്റ്റിച്ച് മാത്രമല്ല കേട്ടോ, നമുക്ക് ബീഡ്സ് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഈ വരുന്നത് ചെറിയ ചെറിയ ബീഡ്സ് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ ബീഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ത്രെഡ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നോട്ട് സ്റ്റിച്ച് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് അതിൻ്റെ ആ സ്റ്റെം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നോട്ട് സ്റ്റിച്ച് തന്നെ വെച്ചിട്ട് എങ്ങനെ ഒരു ഫ്ലവർ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഈ ഫ്ലവർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കളറ് ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം 6 സ്ട്രാൻഡ് ത്രെഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന എല്ലാ സ്റ്റിച്ചസിലും ഇങ്ങനെ 3 കളർ ത്രെഡ് വെച്ചിട്ട് അതും ഈ നോട്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവർ ഫില്ല് ചെയ്യുന്നത്.
ഇനി അടുത്ത സ്റ്റിച്ച് ലേസി ഡേസി. അപ്പോൾ ഇതും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് അത് മനസ്സിലാകുന്നില്ലാത്തവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ ഈ പെറ്റൽസിൻ്റെ ഒരു ഷേപ്പിലാണ് ഈ ലേസി ഡേസി എന്ന് പറഞ്ഞ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ അത് 2-3 ഇങ്ങനെ ഒന്നിച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരും. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് ഒരു നോട്ട് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ സംഭവം അടിപൊളി ഒരു ഫ്ലവറായി. അപ്പോൾ ഇത് തന്നെ ഒരു 2-3 നമ്മൾ ചെയ്തെടുത്താൽ തന്നെ ഒരു ഡിസൈനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇതിപ്പോൾ നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണിത്. ഇവിടെയും ഞാൻ ലേസി ഡേസിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ എനിക്ക് അത്ര ഫില്ല് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാനിത് ലേസി ഡേസി വെച്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഓപ്ഷനാണ്, നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുക. അപ്പം അത്രയും ഹെവി ആയിട്ടുള്ളൊരു ഫ്ലവർ വന്നിരിക്കുന്നത് കൊണ്ട് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഫ്ലവേഴ്സ് എല്ലാം സിമ്പിളായി മതി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ലേസി ഡേസി വെച്ച് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ സാറ്റിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ചെറിയ ചെറിയ റൗണ്ട്സ് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ സ്റ്റെംസ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനിയും കുറച്ച് ഏരിയയും കൂടി ഫില്ല് ചെയ്യാനുണ്ട്. വേറൊരു 3D ഫോമിൽ വരുന്ന ഒരു ഫ്ലവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടി ടൈം എടുക്കും. പിന്നെ ഇതിന് ഞാൻ മുമ്പ് ആ വീഡിയോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് കൊണ്ടും വീഡിയോ കുറച്ചുകൂടി ലെങ്തി ആയി പോകും. അതുകൊണ്ട് പാർട്ട് 2 എന്നുള്ള രീതിയിൽ ആ വീഡിയോ നമ്മൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കരുത്.